രാഷ്ട്രീയ കേരളത്തിൽ പലവിധ അത്ഭുത പ്രവർത്തനങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണല്ലോ. ഈ ഒരു അവസരത്തിൽ ഒരു രാഷ്ട്രീയ ബദൽ ഈ കേരളത്തിൽ ഉണ്ടാകണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ജനാഭിലാഷത്തെ മുഴുവൻ തന്നെ സ്വാംശീകരിച്ചുകൊണ്ടും നെഞ്ചിലേറ്റിക്കൊണ്ടും ഒരു പുതിയ രാഷ്ട്രീയ ബദൽ ശക്തി സംവിധാനം, ഒരു സഖ്യം രൂപം കൊണ്ടുകഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ മുന്നണിയുടെ പൂർണ്ണ രൂപം എന്താണെന്നും അതിന്റെ കൺവീനർ ആരാണ് എന്നുമെല്ലാം അറിയേണ്ട അവസരമാണിത്. ഈ സഖ്യത്തിലേക്ക് ഇനിയും രാഷ്ട്രീയ കക്ഷികൾ വരാനുണ്ട്. അവരുമായിട്ടുള്ള ചർച്ചകൾ ഇനിയും തുടരും. ഇത് പറഞ്ഞത് കൃത്യം ഒരു മാസം മുമ്പായിരുന്നു കേട്ടോ. അന്ന് കുമ്മനം പറഞ്ഞത് ഇതാ ഇങ്ങനെയാണ്. ഞങ്ങളുടെ പ്രതീക്ഷ ഒരാഴ്ചക്കകം ആ ചർച്ചകളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ്. എന്തായിരുന്നാലും ഏറിയാൽ ഒരു 10 ദിവസം. ഒരാഴ്ചയല്ല, 10 ദിവസമല്ല, ഒരു മാസം കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോഴും കുമ്മനം പറഞ്ഞ ആ മുന്നണിയെ പറ്റി പരമ്പരാഗത മുന്നണിയിലെ രാഷ്ട്രീയക്കാർ ഇതാ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ബിജെപിയും എന്നാ പിന്നെ വേറൊരു പാർട്ടി ഉണ്ടല്ലോ, വെള്ളാപ്പള്ളിയുടെ BDJS കൂടെ ചേർന്നിട്ട് ഹിന്ദു വോട്ട് വർഗീയമായി പിടിക്കാൻ ശ്രമിക്കുന്നു. കണിച്ചുകുളങ്ങരയിൽ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരറിയില്ലെന്ന് ഓണാട്ടുകരക്കാരനായ G. സുധാകരൻ നടിക്കുന്നത് തട്ടിപ്പാകാനേ വഴിയുള്ളൂ. അത് അദ്ദേഹം BDJSനെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി ചെയ്തതാവും. അല്ലെങ്കിലും നടേശൻ മുതലാളിയും മോനും പാർട്ടി ഉണ്ടാക്കിയത് മറ്റു രാഷ്ട്രീയക്കാർക്കൊന്നും അത്രയങ്ങ് രസിച്ചിട്ടില്ലല്ലോ. ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ കേരളത്തിലെ ഇടത് വലത് മുന്നണികളാണ് പറഞ്ഞത് ഇത് BJPക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണമായി വന്നത്. ഞങ്ങൾ അന്ന് വളരെ വ്യക്തമായി പല പ്രാവശ്യം പറഞ്ഞതാണ്, ആരുമായും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ LDFനോ UDFനോ അല്ലെങ്കിൽ BJPക്കോ അല്ലെങ്കിൽ NDAക്കോ എതിരല്ല. ആരുമായും സഹകരിക്കാൻ തയ്യാറാണ്. വികസനത്തിന് വേണ്ടി അതുപോലെ തന്നെ സാമൂഹ്യ നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുമായും സഹകരിക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. തുഷാർജിയുടെ നിലപാട് അതാണ്. സാമൂഹ്യ നീതിക്ക് വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയോടും സഹകരിക്കാമെന്ന്. എന്നാൽ വയനാട്ടിൽ നിന്നിറങ്ങി വന്ന ഒരു നേതാവിന്റെ നിലപാട് ഇതാണ്. ഏത് ചെയ്താൻ ചർച്ചയ്ക്ക് വന്നാലും ഞങ്ങൾ ചർച്ച ചെയ്യും. കേട്ടോ, ഏത് ചെകുത്താൻ ചർച്ചയ്ക്ക് വന്നാലും സഹകരിക്കാമെന്നാണ് CK ജാനു പറയുന്നത്. കേരളം ഈ 10-60 വർഷമായിട്ട് ഇത്തരം ഭരണം നടക്കുന്നതിൽ കേരളത്തിൽ UDF LDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആദിവാസികളെ പോലെയുള്ള ആളുകൾ ഈ ദുരിത ജീവിതം അനുഭവിക്കുന്നതിന്റെ ഉത്തരവാദികൾ അവർ തന്നെയാണ്. ആ കാര്യത്തിൽ ഒഴിഞ്ഞു മാറാനൊന്നും അവർക്ക് പറ്റില്ല, വളരെ ക്ലിയർ ആയിട്ട്. അപ്പോ അവര് ഇത്തരം ഒരു ചർച്ചയ്ക്ക് ഞങ്ങളോട് മുമ്പേ വന്നിരുന്നെങ്കിൽ അവരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. ചർച്ചയ്ക്ക് നമുക്ക് ആരുമായിട്ടും ചർച്ച ചെയ്യുന്നതിന് എതിർപ്പൊന്നുമില്ല. ആര് ചർച്ചയ്ക്ക് വന്നാലും അവരുമായിട്ട് ചർച്ച ചെയ്യും. ആദിവാസികളുടെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഏത് ചെയ്താൻ ചർച്ചയ്ക്ക് വന്നാലും ഞങ്ങൾ ചർച്ച ചെയ്യും. കേരള രാഷ്ട്രീയത്തിന്റെ 10-60 കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ ചെകുത്താനുമായി കൂട്ടുകൂടാൻ തയ്യാറാണ് എന്ന് ഇതിനു മുൻപ് ഒരൊറ്റയാൾ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അതൊരു നമ്പൂതിരിപ്പാടായിരുന്നു, EMS നമ്പൂതിരിപ്പാട്. 1975 അച്യുതമേനോൻ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടുമെന്ന് EMS പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചെകുത്താനുമായി കൂട്ടുകൂടാൻ തയ്യാറായി മുന്നോട്ട് വന്നത് CK ജാനു മാത്രമാണ്. പക്ഷേ ചെകുത്താന്മാരുമായിട്ടുള്ള ചർച്ച എങ്ങും എത്തിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ചർച്ചയിൽ ശരിക്കും അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എത്തിയിട്ടില്ല ഇതുവരെ. അപ്പോ ഇനിയും എന്തായാലും ചർച്ച തുടരും. അതിനുശേഷം അന്തിമമായിട്ട് ഒരു തീരുമാനം എടുക്കുള്ളൂ. നടേശഗുരു പ്രവചിച്ചിട്ടുള്ള നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള സമുദായ മുന്നണിയിലേക്കാണോ ജാനു പോകുന്നത് എന്നൊരു സംശയം പൊളിമിക്സിന് ഇല്ലാതില്ല. കാരണം നായാടി ഒരു ഗോത്രവർഗ സമുദായമാണേ. സാമുദായികപരമായിട്ടുള്ള ഘടകകക്ഷിയൊന്നല്ല, രാഷ്ട്രീയപരമായിട്ട് മാത്രം പൊതു മിനിമം പരിപാടിയിൽ യോജിക്കുന്ന രീതിയിലുള്ള ഘടകകക്ഷി എന്ന് വെച്ചാൽ ഇതൊരു ശാശ്വത സഖ്യമല്ല. ഇപ്പൊ നാളെ NDA ആദിവാസി വിരുദ്ധ ദളിത് വിരുദ്ധ നിലപാടെടുത്താൽ ഞങ്ങൾ അന്നേരം പരസ്യമായിട്ട് അതിനെതിരെ സമരരംഗത്തേക്ക് വരും, കർശനമായിട്ട് എതിർക്കും. ഞങ്ങളുടെ പിന്തുണ ഈ NDAയിലുള്ള ഘടകകക്ഷി പിന്തുണ ഞങ്ങൾ പിൻവലിക്കുകയും ചെയ്യും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് വളരെ കൃത്യമായിട്ടുള്ള നിലപാടിൽ തന്നെയാണ്. അതൊരു നിലപാടാണ്. സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിലും ഈ നേതാവിന് കൃത്യമായ നിലപാടുണ്ട്. ഞാൻ ഒരിക്കലും BDJSന്റെയോ BJPന്റെയോ ആളാവില്ല. അവരുടെ സ്വന്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയോ, ഇത് BJP സ്ഥാനാർത്ഥിയോ BDJSന്റെ സ്ഥാനാർത്ഥിയോ അവരുടെ ചിഹ്നങ്ങളിലോ ഞാൻ മത്സരിക്കില്ല. എന്നുവെച്ചാൽ CK ജാനുവിന്റെ നേതൃത്വത്തിലുള്ളവർ NDAയിൽ വേറൊരു ഘടകകക്ഷിയായിരിക്കും. പൊതു മിനിമം പരിപാടിയുടെ കീഴിലുള്ള ഒരു ഘടകകക്ഷി
അങ്ങനെ മാത്രമേ ഇതിന് കാണുള്ളൂ. ഒരുപാട് ഗ്രൂപ്പുകൾ ചേർന്ന് ജാനുവിന്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി ഉണ്ടായിട്ട് വേണം അതുകൂടി ചേർത്ത് കുമ്മനം പറഞ്ഞ മുന്നണി ഉണ്ടായി വരാൻ. CK ജാനുവിന്റെ നേതൃത്വത്തിലല്ല, കുറെ ആളുകളുടെ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് വരിക. ഒരു രാഷ്ട്രീയ സഭ, ജനാധിപത്യ രാഷ്ട്രീയ സഭ. ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. അതാണ് ജനാധിപത്യ രാഷ്ട്രീയ സഭ. അത് ഏതാനും ദിവസത്തിനകം അതിന് രൂപം കൊടുത്തുകൊണ്ട് രജിസ്ട്രേഷൻ നടപടി. അതാണ് NDAയുടെ ഭാഗമാവുക. അതിനകത്ത് കേരളത്തിലെ ആദിവാസി ദളിതരും ഉണ്ടാവും. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ഓർക്കേണ്ട നേരമാണിത്. ഈ സഖ്യത്തിലേക്ക് ഇനിയും രാഷ്ട്രീയ കക്ഷികൾ വരാനുണ്ട്. അവരുമായിട്ടുള്ള ചർച്ചകൾ ഇനിയും തുടരും. കുമ്മനം പറഞ്ഞതുപോലെ കേരളത്തിലെ NDA പൂർണ്ണരൂപത്തിൽ എത്തണമെങ്കിൽ ഇനിയും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായി വന്നിട്ട് വേണം. ഇതേവരെ ലഭിച്ച വിവരങ്ങളെ ഉത്തമ ബോധ്യത്തിലെടുത്ത് പൊളിമിക്സ് ഇപ്പോൾ ഒരു പ്രവചനം നടത്തുകയാണ്. പാളിപ്പോയാൽ ആരും പരിഹസിക്കരുത്. പാളിയിട്ടില്ലെങ്കിൽ ഇതാ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് നായന്മാരുടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായി വരുന്നു. മലബാറിൽ നിന്ന് മുസ്ലിങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായി വരുന്നു. ഇതെല്ലാം ചേർന്നിട്ട് വേണം NDAക്ക് പൂർണ്ണ രൂപം പ്രാപിക്കാൻ. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് പ്രാപിക്കാൻ ചെകുത്താൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക്.